എൻ്റെ ഒരു ദിവസം അങ്ങനെ ചുമ്മാ ഒരു ദിവസമല്ല കേട്ടോ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളായിട്ട് രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പോൾ നാടും സ്ഥലവും ഒക്കെ കാണാനൊരു പ്രത്യേകത തോന്നി. അപ്പോൾ കുറച്ചായി നാട്ടിലെത്തിയിട്ടെങ്കിലും എറണാകുളം ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ എറണാകുളം ഭാഗത്ത് ഒരുപാട് നല്ല അമ്പലങ്ങളുണ്ട്. അതിലെൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രിയപ്പെട്ട് നിൽക്കുന്ന ഒരമ്പലമാണ് എറണാകുളത്തപ്പൻ്റെ അമ്പലം. നാട്ടിൽ വരുമ്പോൾ എല്ലാ കൊല്ലവും മുടക്കമില്ലാതെ പോകുന്ന 1-2 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇക്കൊല്ലം എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ എനിക്കിവിടെ വന്ന് തൊഴാൻ സാധിച്ചു. അപ്പോൾ പണ്ട് ഈ അമ്പലത്തിൽ വരുമ്പോൾ തൊഴുത് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ലക്ഷ്യം ഹനുമാൻ കോവിലിൽ നിന്ന് കിട്ടുന്ന മായപ്പൊടിയും അതുപോലെ തന്നെ ഓറഞ്ച് കളറിലൊരു കട്ടപ്രസാദമാണ്. ഇന്നും അവ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അമ്പലത്തിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച ആയിരുന്നു. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം അന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകളും ചെയ്യാൻ പറ്റിയ ചില സന്തോഷമുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ശ്രീവേലി കണ്ടു തൊഴാൻ സാധിച്ചു. അങ്ങനെ നല്ല സുഖമായിട്ട് ഭഗവാനെയും കണ്ടു തൊഴുത് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചത് ലുലു മോളിലേക്കാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും വക ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ച് ഓഫർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള ഓഫറുകളൊന്നും നമ്മൾ വിട്ടുകളയില്ല. അങ്ങനെ നേരെ ലുലു മോളിലെത്തി. അപ്പോൾ അമ്മുമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. അത് ഉരുട്ടാൻ ഏറ്റവും ശുഷ്കാന്തിയുള്ളത് എൻ്റെ മോനും. അങ്ങനെ പാരഗണിലേക്കാണ് കേട്ടോ പോയത്. പാരഗണിലെ അവസ്ഥ പിന്നെ അറിയാലോ, എപ്പോൾ ചെന്നാലും തിരക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നി. കുറച്ചായി നല്ലൊരു ബിരിയാണി ഞാൻ കഴിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഞങ്ങൾ ലുലു മോളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീടെത്തി വൈകുന്നേരമായപ്പോൾ ദാ വരുന്നു അച്ഛൻ്റെ അമ്മയുടെയും വക ഒരു കുട്ടി കേക്ക് സർപ്രൈസ്. എനിക്ക് 2 കുട്ടികളായെങ്കിലും ഞാനിപ്പോഴും അവരുടെ കുട്ടി തന്നെ. കേക്കിലെ പേര് കണ്ടില്ലേ, അമ്മുക്കുട്ടിന്ന്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു എന്നാണേ. അങ്ങനെ എൻ്റെ നല്ലൊരു ദിവസം നാട്ടിലുള്ള സമയത്ത് എല്ലാവരുടെയും കൂടെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു.